എന്താണ് 10 വർഷങ്ങൾക്ക് മുന്നേ 2016 സൈമ അവാർഡിൽ സംഭവിച്ചത്? I actually wanted to take the award from him. So can I call him on stage? If you please, madam. മലയാള സിനിമയിലൂടെ വന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന നയൻതാര. മറുഭാഗത്ത് തൻ്റെ സ്റ്റൈല് കൊണ്ടും ഡാൻസ് കൊണ്ടും മറ്റ് പ്രകടനങ്ങൾ കൊണ്ടും ഒക്കെ ഇന്ത്യയിൽ ആകെ ആരാധകരെ സൃഷ്ടിച്ച തെലുങ്കിന്റെ സ്വന്തം സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുൻ. ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തിയ ഒരു വേദി. ആ വേദിയിലെ വിഷയങ്ങളാണ് വർഷങ്ങൾക്ക് ഇപ്പുറവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. എന്താണ് 10 വർഷങ്ങൾക്ക് മുന്നേ 2016 സൈമ അവാർഡിൽ സംഭവിച്ചത്? വർഷം 2016. ഞാനും റൗഡി താൻ എന്ന ചിത്രത്തിന്റെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് നയൻതാരയ്ക്കാണ്. പുരസ്കാരം നൽകാനായി വേദിയിലേക്ക് എത്തുന്നത് അല്ലു അർജുൻ. എന്നാൽ അവിടെ നടന്നത് തികച്ചും അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരുന്നു. അല്ലുവിന്റെ കയ്യിൽ നിന്നും അവാർഡ് സ്വീകരിച്ച ശേഷം നയൻതാര മൈക്കിലൂടെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. നയൻതാരയുടെ വാക്കുകൾ കേട്ട് അവതാരക വിഘ്നേഷ് ശിവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലു അർജുൻ തികഞ്ഞ മാന്യതയോടുകൂടി ആ പുരസ്കാരത്തിന്റെ മൊമെന്റോ വിഘ്നേഷിന് കൈമാറുന്നു. വിഘ്നേഷ് അത് നയൻതാരയ്ക്ക് കൈമാറുന്നു. ഇതൊക്കെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഒരു തരി പോലും നീരസം കാണിക്കാതെയാണ് അല്ലു അർജുൻ ആ സ്റ്റേജ് അന്ന് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരിപാടിക്ക് ശേഷം തുടർന്ന് ആ വീഡിയോ പ്രചരിച്ചപ്പോൾ അല്ലു അർജുൻ്റെ ആരാധകർക്ക് അത് തീർത്തും വിഷമം ഉണ്ടാക്കുന്ന രീതിയായിരുന്നു എന്നുള്ളത് ഓരോ കമൻസിൽ നിന്നും നമുക്ക് 2016 നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. ആ ഒരു വീഡിയോ പിന്നീട് ഇങ്ങനെ തുടർന്നു വന്നു. 2017 22 24 പക്ഷേ ആ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ അല്ലുവിനെ അപമാനിച്ചു എന്ന തരത്തിലുള്ള രീതിയിലുള്ള കമൻസ് ഒക്കെയാണ് നയൻതാര എന്താണ് കാണിക്കുന്നത് എന്ന തരത്തിലുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഈ ഒരു വീഡിയോ കാരണം വഴിയൊരുക്കുകയുണ്ടായി. ചുരുക്കി പറയുകയാണെങ്കിൽ അല്ലു അർജുൻ ആരാധകർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ആ ഒരു സംഭവം എന്നാണ് വ്യക്തമായത്. അന്ന് 2016 നിന്നും 2026 എത്തുമ്പോൾ ഏകദേശം 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ഈ ചർച്ചകൾ വീണ്ടും സജീവമാകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം 70ാമത് ഫിലിം ഫെയർ അവാർഡ് സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ചടങ്ങിൽ തെലുങ്കിൽ നിന്നും മികച്ച നടനായി തെരഞ്ഞെടുത്തത് അല്ലു അർജുനായിരുന്നു. And this award is very, very special for all the people who have blessed me the most. All my well-wishers. Above all, I would like to dedicate this award with my highest honor to all my fans. Thank you so much. This award is for you guys. Thank you so much. It's a reminder of your love for me, and I hope to make you all more proud. Thank you Kerala. Thank you for a wonderful night, ladies and gentlemen. നോക്കൂ, ഇതോടെ പഴയ 2016 ആ സൈമ വീഡിയോയും നിലവിലെ 2026 പുരസ്കാരം സ്വീകരിക്കുന്ന മികച്ച നടനായിട്ടുള്ള ആ പുരസ്കാരം സ്വീകരിക്കുന്ന വീഡിയോയും ചേർത്ത് ഗംഭീര BGM ഒക്കെ ഇട്ടിട്ട് ആരാധകരിങ്ങനെ തകർത്താടുകയാണ് സോഷ്യൽ മീഡിയയിൽ. അന്ന് ആ വിനയം കണ്ടു, ഇന്ന് നേട്ടവും. ഇതാണ് ഇപ്പോൾ ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു താരങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരിക്കും. പക്ഷേ ആരാധകരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ആരാധകരുടെ ആവേശം പലപ്പോഴും പല ചർച്ചകൾക്കും പിന്നീടും അവസരവും വേദിയും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചയായിരിക്കാം ഇത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. നയൻതാര അന്ന് ചെയ്തത് തൻ്റെ പ്രിയതമനോടുള്ള സ്നേഹപ്രകടനമായിരുന്നോ അതോ അല്ലു അർജുനോടുള്ള അനാദരവായിരുന്നോ? ഈ ഒരു ചോദ്യം ഇപ്പോഴും നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. നോക്കൂ, ഇതുപോലുള്ള വീഡിയോസിനും മറ്റ് സിനിമാ റിവ്യൂസുകൾക്കും സിനിമാ വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ ഉണ്ടാവണം. നമസ്കാരം.